മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കി UDF. ജില്ലാ രൂപീകരണത്തെ എതിർത്ത ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് LDF ഇതിനെ പ്രതിരോധിക്കുന്നത്. ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ചരിത്രം പറഞ്ഞാണ് UDFന്റെ തിരിച്ചടി. മലപ്പുറം ജില്ലയെന്ന് പറയുന്ന ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലായിടത്തും ഈ വിഷയമാണ് UDF നേതാക്കൾ കാര്യമായി ഉയർത്തുന്നത്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും വിജയരാഘവനും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത്, ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ആര്യാടൻ മുഹമ്മദ് നടത്തിയ സമരങ്ങൾ വോട്ടർമാരെ ഓർമ്മിപ്പിച്ചാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചരണം. CPIMന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ല വരുന്നത് എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകളാണ് അവർ. അപ്പോൾ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പരിഷ്കാരം എന്ന നിലയിൽ വർഗീയവാദികളോട് ചേർന്ന് അതിനെ എതിർത്തത് കോൺഗ്രസ് ആണ്. മലപ്പുറം ജില്ലയെ എതിർത്ത ആര്യാടൻ മുഹമ്മദിനെ എന്തിനാണ് ഇടതുപക്ഷം മന്ത്രിയാക്കിയതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. അദ്ദേഹത്തെ ആദ്യമായിട്ട് മന്ത്രിയാക്കിയത് കോൺഗ്രസ്, ഞങ്ങളല്ലല്ലോ, UDF അല്ലല്ലോ. നായനാർ മന്ത്രിസഭയിലാണല്ലോ ആര്യാടൻ സാർ ആദ്യമായിട്ട് മന്ത്രിയാവുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇതാണ്. ഇന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ 50 കൊല്ലം മുമ്പത്തെ 70 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടാണ് മറുപടി പറയുക. മുഖ്യമന്ത്രിയുടെ പരാമർശം UDF ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. മീഡിയ 1 നിലമ്പൂർ. നിലമ്പൂരിൽ നിന്ന് സെയ്ഫ് സൈനുദ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും KCയുടെ ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന വിവാദ പരാമർശവും ഒക്കെ ചർച്ചയാക്കി ശക്തമായ രാഷ്ട്രീയ പോരിലേക്ക് തന്നെ നിലമ്പൂർ കടക്കുകയാണോ? അതെ, പൊളിറ്റിക്സിലേക്ക് എത്തിച്ചേരുകയാണ് ദിവ്യ. നിലമ്പൂർ അതിൻ്റെ ആദ്യ സൂചനകളാണ് നമുക്ക് പുറത്തു വരുന്നത്. ഇതൊന്നുമല്ല, ഇതിൽ വലുത് നമ്മൾ കാണാൻ കിടക്കുകയാണ്. പക്ഷേ ആദ്യഘട്ടം എന്ന നിലയിൽ ക്ഷേമ പെൻഷൻ ഉയർന്നു വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ പക്ഷേ അവസാനം വരെ ഉയർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയുള്ള തീരുമാനം ഇടതുമുന്നണി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയെന്ന് പറയപ്പെടുന്ന പരാമർശം അത് സജീവ ചർച്ചയാക്കാൻ വേണ്ടിയുള്ള തീരുമാനം UDFും എടുത്തിട്ടുണ്ട്. ഈ രണ്ട് വിഷയങ്ങളിലൂന്നിയാണ് ഇപ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എല്ലാ തരത്തിലും നിലമ്പൂരിലെ എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് നേരെ ട്വിസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് നിലമ്പൂർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അത് KC വേണുഗോപാലിന്റെ പ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണെങ്കിൽ, രണ്ടാം ഘട്ടത്തിൽ അത് ഇടതുമുന്നണി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് സംസാരിക്കുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇടതുമുന്നണിയുടെ എല്ലാ നേതാക്കളും M സ്വരാജിന്റെ പ്രചരണ പരിപാടികളിൽ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അത് വിട്ടുകളയാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നില്ല. 2 മണിക്ക് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ പത്രസമ്മേളനമുണ്ട്. അദ്ദേഹം ഇത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. അത് കത്തിച്ചെടുക്കുക എന്നുള്ളതാണ് ഇടതുമുന്നണി എടുത്തിരിക്കുന്ന തീരുമാനം. അതേസമയം തന്നെ UDF എടുത്തിരിക്കുന്ന തീരുമാനം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയപ്പെടുന്ന പരാമർശം, ആ പരാമർശവുമായി ബന്ധപ്പെട്ട CPMന്റെ നിലപാട് എന്താണ്? മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ M സ്വരാജ് ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി സ്വാഭാവികമായിട്ടും UDFന്റെ നേതാക്കളിൽ നിന്ന് വരും. അത് BT ബൽറാം പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന നേതാക്കൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്യും. അങ്ങനെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിവാദം, അതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദം, രണ്ടുപേർക്കും വിഷയങ്ങളുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിഷയങ്ങൾ വന്നാലും ഇതിലൊക്കെ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണത്തിലേക്ക്, പോരിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. നിലമ്പൂരിൽ നിന്ന് സെയ്ഫ് സൈനുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.